ഈ വീഡിയോ ഒന്ന് കാണണം. ആരുടെയും ഉള്ളിലൊരു ദൈവിക ചിന്തയുണ്ടായി പോകുന്നൊരു വീഡിയോയാണ്. ഒരു മാതാവിൻ്റെ സ്നേഹം. മകൻ പുതുതായി ഒരു ജോലി ഏറ്റെടുത്തു, അതും ഉന്നതമായൊരു ജോലി. മാതാവ് മകനെ ഓഫീസിൽ വന്ന് കാണുകയാണ്. ആദ്യം ആ മാതാവ് ചെയ്തത് എന്താണെന്നറിയാമോ? മകനെ ആ കസേരയിലിരുത്തി. എന്നിട്ട് ഈ മാതാവ് അല്പം മാറി ഒരിടത്ത് മുട്ടുമേയിരുന്നു. എന്നിട്ട് മകന് വേണ്ടി, തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി, തൻ്റെ രാജ്യത്തിന് വേണ്ടി ഉറക്കെ പ്രാർത്ഥിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് മകൻ തലകുനിച്ചിരുന്ന് മകനും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന മകൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും നല്ല IAS ഓഫീസർ എന്ന അവാർഡ് പല വർഷങ്ങളായി വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ കഷ്ടപ്പെട്ട് ഒരു മാതാവ് തൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. കഷ്ടപ്പാടിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒടുവിൽ ഒരു മകൻ IAS ഓഫീസറായി. പിന്നീട് മകൻ ചാർജ് എടുത്ത ഓഫീസിൽ വന്ന് മുട്ടിന്മേൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ആ അമ്മയെ ഓർത്ത് തേങ്ങുന്ന മകൻ. സംഭവം നടക്കുന്നത് അങ്ങ് മണിപ്പൂരിലാണ്. പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും അമ്മ പഠിപ്പിച്ച, പകർന്നു നൽകിയ ക്രിസ്തീയ വിശ്വാസം മുറുകെ പിടിക്കുകയാണ് ആ മകൻ അമ്മയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എഴുതി: ഇന്ന് ഞങ്ങൾ അമ്മയുടെ അനുഗ്രഹീത ജീവിതം ആഘോഷിക്കുന്നു. ലോകത്തിൽ മറ്റൊന്നിനും മക്കളോടുള്ള അമ്മയുടെ സ്നേഹത്തെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. മക്കളെ സ്വന്തം കാലിൽ നിർത്താൻ അമ്മ അനുഭവിച്ച ത്യാഗങ്ങളെ ഓർത്ത് ഞങ്ങൾ ഇന്ന് അത്ഭുതപ്പെടുകയാണ്. കനത്ത ചൂടിലും കനത്ത മഴയിലും കഠിനാധ്വാനം ചെയ്ത അമ്മയെ ഓർത്ത് ഞങ്ങൾ രോഗികളായിരിക്കുമ്പോൾ ഞങ്ങളെ പുറകിൽ ചുമന്ന് അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്, കുട്ടികൾക്കായി അമ്മയുടെ കൂട്ടുകാരിൽ നിന്നും പഴയ യൂണിഫോമുകളും പുസ്തകങ്ങളും വാങ്ങുന്നത് അമ്മയ്ക്കൊരിക്കലും പ്രശ്നമല്ലായിരുന്നു. മരണശയ്യയിൽ കിടക്കുമ്പോൾ പോലും. വർഷങ്ങൾക്ക് മുമ്പ് നെൽവയലിൽ പണിയെടുത്ത് മടങ്ങുമ്പോൾ ഒരു പാലത്തിൽ നിന്ന് താഴേക്ക് വീണു. മരണശയ്യയിൽ കിടക്കുമ്പോൾ പോലും അമ്മയ്ക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ: തൻ്റെ മക്കൾ ശക്തരും സുഖമായി ജീവിക്കുന്നതും കാണണമെന്ന്. പക്ഷേ ആ അമ്മ മരിച്ചില്ല. എല്ലാ പ്രഭാതത്തിലും അമ്മ മുട്ടുകുത്തി നിന്ന് ഞങ്ങളെ മികച്ച മനുഷ്യരാക്കാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനുള്ള ആത്മവിശ്വാസം എനിക്ക് നൽകുന്നത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനകളാണ്. ഇന്ന് അമ്മയുടെ മക്കൾ ഒരു കാർ നന്ദി സൂചകമായി നൽകി. ആംസ്ട്രോങ് കുറിച്ചു. ആരാണ് ആംസ്ട്രോങ് പേം? സർക്കാർ ധനസഹായം ലഭ്യമല്ലാതിരിക്കെ ആംസ്ട്രോങ് പേമിന് സമൂഹത്തിൻ്റെ സംഭാവനയിലൂടെ ഒരു റോഡ് നിർമ്മിക്കാൻ കഴിഞ്ഞു. അതും ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയത്. അങ്ങനെ മിറക്കിൾ മാൻ എന്ന പേരുകൂടി ജനങ്ങൾ അദ്ദേഹത്തിന് നൽകി. സ്വമേധയാ സംഭാവനകളിലൂടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയും സമൂഹങ്ങൾ സ്വന്തം പാലങ്ങൾ നിർമ്മിക്കുന്നതിൽ എന്താണ് തെറ്റ്? പൊതു ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ വരുമ്പോൾ ആളുകൾ പലപ്പോഴും സ്വയം സഹായിക്കാൻ ഒത്തുചേരുന്നു. സമൂഹം ഒന്നാകെ സ്വന്തം ആവശ്യമെന്ന നിലയിൽ കണ്ടു നൽകിയ ധനസഹായം മൂലം റോഡുകളും പാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. അവ ജനതയുടെ ഐക്യത്തിൻ്റെയും പ്രതിരോധശേഷിയുടെയും സ്വാശ്രയത്തിൻ്റെയും പ്രതീകങ്ങളാണ്. വികസനം ജനോപകാരപ്രദമെങ്കിൽ എവിടെ നടന്നാലും അത് അഭിനന്ദിക്കപ്പെടുക തന്നെ വേണം. 100 കിലോമീറ്ററോളം റോഡ് ഉണ്ടാക്കി കോൺക്രീറ്റ് ചെയ്യാൻ ആംസ്ട്രോങ് പേം മുന്നിട്ടിറങ്ങി. സോഷ്യൽ മീഡിയയിലൂടെ ഈ വലിയ ഉദ്യമത്തിന് സഹായം ചെയ്യാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ജനം സഹായിച്ചു. രാജ്യത്തെ ഏറ്റവും വിദൂര പ്രദേശങ്ങളിലൊന്നിൽ പ്രദേശത്തെ ഗ്രാമീണരുടെയും
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെയും തൻ്റെ ഒരു പങ്കും ഉൾപ്പെടെയുള്ള ക്രൗഡ് ഫണ്ടിംഗ് വഴി 100 കിലോമീറ്റർ നീളമുള്ള ഒരു റോഡ് നിർമ്മിക്കുന്നതിന് തുടക്കം കുറിച്ചു. അങ്ങനെ ആംസ്ട്രോങ് പേം അത്ഭുത മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. ഇന്ത്യയുടെ അത്ഭുത മനുഷ്യൻ മണിപ്പൂരിനെ നാഗാലാൻഡിലേക്കും ആസമിലേക്കും ബന്ധിപ്പിക്കുന്ന പീപ്പിൾസ് റോഡ് എന്നറിയപ്പെടുന്ന ഏകദേശം 100 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചതിന് അദ്ദേഹത്തിന് മിറക്കിൾ മാൻ എന്ന വിളിപ്പേര് നൽകി. ഈ പീപ്പിൾസ് റോഡ് ഇപ്പോൾ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം നാഷണൽ ഹൈവേ 137 പ്രഖ്യാപിച്ചു. 2012 ഓഗസ്റ്റിൽ ഫേസ്ബുക്ക് വഴി 50 ലക്ഷത്തിലധികം രൂപ സമാഹരിക്കുന്നതിനായി അദ്ദേഹം പൊതുജന പങ്കാളിത്തം ആരംഭിച്ചു. പൊതുജന സംഭാവനയും സന്നദ്ധ പ്രവർത്തകരും ഉപയോഗിച്ച് റോഡ് നിർമ്മിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്ക് കാലിഫോർണിയയിലെ ഫേസ്ബുക്ക് ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. കൂടാതെ 2019 ഡാവോസ് വേൾഡ് എക്കണോമിക്സ് ഫോറത്തിൽ ഷെറിൽ സാൻഡ്ബർഗ് അദ്ദേഹത്തിന് ചായ സൽക്കാരം നൽകി സ്വീകരിച്ചു. ഇപ്പോൾ 42 വയസ്സുള്ള ആംസ്ട്രോങ് പേം 2009 ബാച്ചിലെ മണിപ്പൂർ കേഡറിലെ IAS ഉദ്യോഗസ്ഥനാണ്. മണിപ്പൂരിൽ നിന്നുള്ള സെമേ നാഗയിൽ നിന്നുള്ളയാളാണ് ഇദ്ദേഹം. നിലവിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെയും ജോയിൻറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IAS ഓഫീസർ അവാർഡ് 2015, ഇന്ത്യയിലെ വിശിഷ്ട IAS ഓഫീസർ അവാർഡ് 2021 എന്നിവയുൾപ്പെടെ നിരവധി അവാർഡുകൾ ആംസ്ട്രോങ് പേമിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 16 വർഷങ്ങൾ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഉണരാൻ ആരംഭിച്ചു. സ്വപ്നങ്ങളിൽ ജീവിക്കുക, ജോലി ചെയ്യാൻ കഷ്ടപ്പെടേണ്ടതില്ലാത്ത ഒരു ജോലി ഞാൻ ആഗ്രഹിച്ചു. കാരണം ജോലി വളരെയധികം ആസ്വദിച്ച് ചെയ്യേണ്ട ഒന്നാണ്. ഞാൻ ഇന്നതിൽ ആവേശഭരിതനാണ്. എനിക്ക് ഏത് സ്ഥാനങ്ങൾ ലഭിച്ചാലും അത് ഏറ്റവും മികച്ചതായി ഞാൻ കരുതുന്നു. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നും ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് കോഴ്സും ഹാർവാർഡിൽ നിന്ന് എഡ്യൂക്കേഷൻ മൊഡ്യൂൾ ലീഡർഷിപ്പും പൂർത്തിയാക്കി. കോർപ്പറേറ്റുകൾ, സർവകലാശാലകൾ, മറ്റ് ശ്രദ്ധേയമായ പൊതുപരിപാടികൾ എന്നിവയുൾപ്പെടെ വിവിധ വേദികളിൽ പ്രചോദനാത്മകമായ പ്രഭാഷകനാണ് ആംസ്ട്രോങ് പേം. ആദ്യകാല ജീവിതവും വിദ്യാഭ്യാസവും മണിപ്പൂരിലെ തമംഗ്ലോങ് ജില്ലയിലെ ടൗസം സബ് ഡിവിഷനിലെ ഇംഫ ഗ്രാമത്തിൽ നിന്നുള്ള ആംസ്ട്രോങ് പേം തമൻലോങ്ങിലെ പ്രെറ്റി ലാംബ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ക്രിസ്ത്യൻ ഗ്രാമർ സ്കൂൾ, മണിപ്പൂരിലെ യുണൈറ്റഡ് ബിൽഡേഴ്സ് സ്കൂൾ എന്നിവിടങ്ങളിൽ 10ാം ക്ലാസ് വരെ സ്കൂൾ വിദ്യാഭ്യാസം നടത്തി. തുടർന്ന് ഷില്ലോങ്ങിലെ സെൻറ്റ് എഡ്മണ്ട് കോളേജിൽ നിന്ന് ഹയർ സെക്കൻഡറി പൂർത്തിയാക്കി. നിലവിൽ അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പിൻ്റെ ഡയറക്ടറായി സെൻട്രൽ ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിക്കുന്നു. മുമ്പ് അദ്ദേഹം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. CNN IBN ഇന്ത്യ ഓഫ് ദി ഇയർ ഇൻ പബ്ലിക് സർവീസ് വിഭാഗത്തിലേക്ക് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തു. 2015 അവതാരകനായ അമിതാഭ് ബച്ചൻ 9ാം എപ്പിസോഡിലെ ഹീറോ ആയി ആജ് കി രാത് ഹേ സിന്ദഗി എന്ന ടോക്ക് ഷോയിലേക്കും അദ്ദേഹത്തെ ക്ഷണിച്ചു. സ്റ്റാർ പ്ലസിൽ സംപ്രേഷണം ചെയ്ത ഷോയിൽ ഗീവ് മീ സം എന്ന ശ്രദ്ധേയമായ ഗാനം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. സഹധർമ്മിണി ഇനി എവ്ലിൻ